ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ഫിഖ്ഹുൽ ഇസ്ലാമിനെ ആസ്പദമാക്കിയിട്ട് എക്സാമിൻ്റെ 9ാമത്തെ ചാപ്റ്റർ മുതൽ അവർക്ക് പാഠഭാഗം നന്നായി മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ തയ്യാർ ചെയ്ത ചോദ്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 9ാമത്തെ ചാപ്റ്റർ ഫബശ്ശിർഹും ബി അദാബിൻ അലീം. ഫബശ്ശിർഹും ബി അദാബിൻ അലീം എന്ന പാഠഭാഗമാണ്. എന്താണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇറാഖിലെ ഗവർണർക്ക് എന്തിനാണ് കത്തെഴുതിയത്? എന്തിനായിരുന്നു? ഖജനാവിൽ പണം അമിതമായി കുമിഞ്ഞുകൂടിയിരിക്കുന്നു അതറിയിച്ചുകൊണ്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇറാഖിലെ ഗവർണർക്ക് കത്തെഴുതിയത്. മനസ്സിലാക്കുക. അടുത്ത കത്തിൻ്റെ സാരാംശം എന്ത്? കത്ത് ലഭിച്ച ഗവർണർ തിരിച്ചെഴുതിയ മറുപടി എന്ത്? എന്തായിരുന്നു കത്തിൻ്റെ സാരാംശം? കത്തിൻ്റെ സാരാംശം എന്തായിരുന്നു? ജനങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ കൊടുത്തു വീട്ടുക. ജനങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ കൊടുത്തു വീട്ടുക. അദ്ദേഹം മറുപടി എഴുതി എന്താണ്? എല്ലാം കൊടുത്തു വീട്ടിയിട്ടും ബാക്കിയുണ്ട്. അവസാനം ജിസിയ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: അടുത്ത വർഷത്തെ ജിസിയ നാം ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലാക്കുക. അടുത്തത് സക്കാത്ത് ശരിയായ രീതിയിൽ രാജ്യത്ത് നടപ്പിൽ വരുത്തിയാലുണ്ടാകുന്ന നേട്ടം എന്താണ്? സക്കാത്ത് ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടം എന്താണ്? സക്കാത്ത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ദാരിദ്ര്യവും സാമ്പത്തിക മാന്ദ്യവും ഉണ്ടാവുകയില്ല. സക്കാത്തിൻ്റെ ഭാഷാർത്ഥം എന്ത്? സക്കാത്തിൻ്റെ ഭാഷാർത്ഥം ശുദ്ധീകരണം എന്നാണ്. ശുദ്ധീകരണം എന്നാണ്. സക്കാത്ത് വിതരണം കൊണ്ട് ലഭിക്കുന്ന നേട്ടം എന്തൊക്കെ? സക്കാത്ത് വിതരണം കൊണ്ട് ലഭിക്കുന്ന നേട്ടം എന്തൊക്കെയാണ്? എന്താണ് പറയുന്നത്? സമ്പത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രവർത്തനങ്ങളെയും അത് ശുദ്ധീകരിക്കുന്നു. സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പുമുണ്ടാകുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയുന്നു. സാമ്പത്തിക സുരക്ഷ വർദ്ധിക്കുകയും ചെയ്യുന്നു. യാചന പോലുള്ള കാര്യങ്ങൾ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മനസ്സിലാക്കുക. അടുത്തത് സക്കാത്ത് നൽകാത്തവർക്ക് ഡാഷ് ഉണ്ട്. സക്കാത്ത് നൽകാത്തവർക്ക് എന്താ ഉള്ളത്? കഠിനമായ ശിക്ഷയുണ്ട്. സക്കാത്ത് നൽകാത്തവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. സക്കാത്ത് നൽകാത്തവരെ പറ്റി അള്ളാഹു പറയുന്നു. എന്താ പറയുന്നത്? സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുകയും അള്ളാഹു താലയുടെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുക. ഒരു ദിനം നരകത്തിലെ അഗ്നിയിൽ അത് ചുട്ടുപഴുപ്പിക്കും. അതുകൊണ്ട് അവരുടെ നെറ്റികളും പാർശ്വവശങ്ങളും മുതുകുകളും പൊള്ളലേൽപ്പിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണിത്. നിങ്ങൾ തന്നെ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക നന്നായിട്ട്. അടുത്തെന്താണ്? സക്കാത്ത് എത്ര ഇനം, ഏതൊക്കെ? വിശദീകരണം നൽകുക. സക്കാത്ത് എത്ര ഇനം, ഏതൊക്കെ? ലഘു വിശദീകരണം. സക്കാത്ത് 2 ഇനം. ഒന്ന് ശരീരത്തിൻ്റെ സക്കാത്ത്, ഇതിന് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നു. 2 സമ്പത്തിൻ്റെ സക്കാത്ത്, കച്ചവടത്തിൻ്റെ സക്കാത്ത് ഇതിൻ്റെ ഭാഗമാണ്. നിസാബ് കൈവശമുള്ള എല്ലാവരും സക്കാത്ത് നിർബന്ധമാണ്. സക്കാത്ത് നിർബന്ധമാണ്. നിസാബ് കൈവശമുള്ള എല്ലാ മുസ്ലിമിനും സക്കാത്ത് നിർബന്ധമാണ്. പൊതുമുതലിന് സക്കാത്തില്ല. കുട്ടിയുടെയും ഭ്രാന്തൻ്റെയും സക്കാത്ത് രക്ഷിതാവാണ് കൊടുക്കേണ്ടത്. ആട്, മാട്, ഒട്ടകം, ധാന്യം, ഈത്തപ്പഴം, മുന്തിരി, സ്വർണം, വെള്ളി എന്നീ 8 വിഭാഗം സ്വത്തിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. പച്ചക്കറി, മറ്റു പഴങ്ങൾ മുതലായവയൊന്നിലും സക്കാത്തില്ല. എന്നാൽ ഇവ കച്ചവടച്ചരക്കാണെങ്കിൽ കച്ചവടത്തിൻ്റെ സക്കാത്തുണ്ട്. സക്കാത്തിനെ കുറിച്ചിട്ടുള്ള പാരഗ്രാഫ് പാഠഭാഗത്തിൽ നന്നായി മനസ്സിലാക്കുക, പഠിക്കുക.
സക്കാത്ത് നിർബന്ധമാണ് ആർക്ക്? സക്കാത്ത് നിർബന്ധമാണ് ആർക്ക്? നിസാബ് കൈവശമുള്ള എല്ലാ മുസ്ലിമിനും സക്കാത്ത് നിർബന്ധമാണ്. നിസാബ് കൈവശമുള്ള എല്ലാ മുസ്ലിമിനും സക്കാത്ത് നിർബന്ധമാണ്. അടുത്ത സക്കാത്ത് ഇല്ലാത്ത സമ്പത്ത് ഏത്? പൊതുമുതലിന് സക്കാത്ത് ഇല്ല. മനസ്സിലാക്കുക. അടുത്ത ചോദ്യം വരുന്നത് ഇവിടെ പിന്നടിച്ച കാരണമാണ് ശരിക്കും വെക്കാൻ കഴിയാത്തത്. പിന്നെ ഓർഡർ തെറ്റിപ്പോന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മാറ്റാത്തത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അടുത്ത കുട്ടി, ഭ്രാന്തൻ എന്നിവരുടെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? രക്ഷിതാവാണ് കൊടുത്തു വീട്ടേണ്ടത്. കുട്ടി, ഭ്രാന്തൻ എന്നിവയുടെ സക്കാത്ത് രക്ഷിതാവാണ് കൊടുത്തു വീട്ടേണ്ടത്. അടുത്തത് എത്ര വിഭാഗം സ്വത്തിലാണ് സക്കാത്ത് ഉള്ളത്? ഏതൊക്കെ? എത്ര വിഭാഗമാണ്? ആട്, മാട്, ഒട്ടകം, ധാന്യം, ഈത്തപ്പഴം, മുന്തിരി, സ്വർണം, വെള്ളി. ഇങ്ങനെ 8 വിഭാഗം സ്വത്തിലാണ് സക്കാത്തുള്ളത്. മനസ്സിലാക്കുക. ഏതൊക്കെയെന്നുള്ളത് അതൊക്കെ എഴുതാം. അടുത്തത് പച്ചക്കറി, മറ്റു പഴങ്ങൾ, ഈത്തപ്പഴം, മുന്തിരി അല്ലാത്ത തുടങ്ങിയവയിൽ സക്കാത്ത് ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ എങ്ങനെ? ഈത്തപ്പഴം, മുന്തിരി അല്ലാത്ത മറ്റു പച്ചക്കറികളിൽ സക്കാത്തില്ല. എന്നാൽ അവ ചരക്കാണെങ്കിൽ കച്ചവടത്തിൻ്റെ സക്കാത്തുണ്ട്. ഈത്തപ്പഴം, മുന്തിരി അല്ലാത്തവയിൽ മറ്റു പഴങ്ങളിലൊന്നും സക്കാത്തില്ല. എന്നാൽ അവ കച്ചവടച്ചരക്കാണെങ്കിൽ സക്കാത്തുണ്ട്. മനസ്സിലാക്കുക. അടുത്തത് കച്ചവടച്ചരക്കിലെ സക്കാത്ത് നൽകേണ്ട സമയം എപ്പോൾ? അവയുടെ സക്കാത്ത് എന്തായാണ് നൽകേണ്ടത്? കച്ചവടച്ചരക്കിലെ സക്കാത്ത് നൽകേണ്ട സമയം എപ്പോഴാണ്? അവയുടെ സക്കാത്ത് എന്തായാണ് നൽകേണ്ടത്? കച്ചവടത്തിന് ഹിജ്റ വർഷപ്രകാരം 1 വർഷം തികയുമ്പോൾ 2.5% സക്കാത്ത് നൽകണം. 2.5% 1 വർഷം തികയുമ്പോൾ, ഹിജ്റ വർഷപ്രകാരം 1 വർഷം തികയുമ്പോൾ 2.5% സക്കാത്ത് നൽകണം. അതിൻ്റെ സക്കാത്ത് പണമായാണ് നൽകേണ്ടത്. ഇവിടെ എന്തായാണ് നൽകേണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ സക്കാത്ത് പണമായാണ് നൽകേണ്ടത്. അടുത്തത് സക്കാത്ത് കൊടുക്കേണ്ട സമയത്തെ തൊട്ട് സക്കാത്ത് കൊടുക്കുന്നത് പിന്തിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത്? വിധി എന്താണ്? ഹറാമാണ്. സക്കാത്ത് കൊടുക്കേണ്ട സമയത്തെ തൊട്ട് സക്കാത്ത് കൊടുക്കുന്നത് പിന്തിപ്പിക്കുന്നതിൻ്റെ വിധി ഹറാമാണ്. മനസ്സിലാക്കാം. ഈത്തപ്പഴം, മുന്തിരി, തൊലിയില്ലാത്ത ധാന്യങ്ങൾ തുടങ്ങിയവ എത്ര ലിറ്ററിൽ കൂടുതൽ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകുന്നത്? എത്ര ലിറ്ററിൽ കൂടുതലാണ്? ഈത്തപ്പഴം, മുന്തിരി, തൊലിയില്ലാത്ത ധാന്യങ്ങൾ എന്നിവ 960 ലിറ്ററോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകും. 960 ലിറ്ററോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകും. അടുത്തത് തൊലിയില്ലാത്ത ധാന്യങ്ങൾ എത്ര ലിറ്ററിൽ കൂടുതലുള്ളപ്പോഴാണ് സക്കാത്ത് വാജിബാവുക? അപ്പോൾ ഇവിടെ തൊലിയില്ലാത്തത് പറഞ്ഞതാണ്, ഇവിടെ തൊലിയുള്ള ധാന്യങ്ങൾ എന്നാണ്. അപ്പോൾ പ്രിൻറ്റിങ്ങിൽ മാറിപ്പോയതായിരിക്കും. അപ്പോൾ തൊലിയുള്ള ധാന്യങ്ങൾ 1920 ലിറ്റർ, 1920 ലിറ്ററോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകും. 1920 ലിറ്ററോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സക്കാത്ത് വാജിബാകും. മനസ്സിലാക്കുക. അടുത്തത് നനക്കാൻ ചെലവുണ്ടെങ്കിൽ എത്ര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? നനക്കാൻ ചെലവുള്ളതാണെങ്കിൽ 5%, ചെലവുള്ളതാണെങ്കിൽ 5% സക്കാത്ത് കൊടുക്കണം. നനക്കാൻ ചെലവുള്ളതാണെങ്കിൽ 5% സക്കാത്ത് കൊടുക്കണം. അടുത്തത് നനക്കാൻ ചെലവില്ലെങ്കിൽ എത്ര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ചെലവില്ലെങ്കിൽ 10%. അപ്പോൾ മനസ്സിലാക്കുക, ചെലവുള്ളതിന് 5%, ചെലവില്ലാത്തതിന് 10% സക്കാത്ത് കൊടുക്കണം. മനസ്സിലാക്കുക. അടുത്തത് സ്വർണം, വെള്ളി ഇവകൾ എത്ര ഗ്രാം ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്? എത്ര ഗ്രാം ഉണ്ടാകുമ്പോഴാണ്? സ്വർണം 85 ഗ്രാമും വെള്ളി 595 ഗ്രാമും. സ്വർണം 85 ഗ്രാമും വെള്ളി 595 ഗ്രാമും അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകും. അടുത്തത് സ്വർണം, വെള്ളി എന്നിവ എത്ര വർഷം തികഞ്ഞാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? എത്രയാണ് കൊടുക്കേണ്ടത്? സ്വർണം, വെള്ളി എന്നിവയ്ക്ക് എത്ര
വർഷം തികഞ്ഞാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എത്രയാണ് കൊടുക്കേണ്ടത്? സ്വർണം, വെള്ളി എന്നിവ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചാൽ അതിൻ്റെ 2.5%, അതിൻ്റെ 2.5%മാണ് സക്കാത്ത് നൽകേണ്ടത്. മനസ്സിലാക്കാം. അടുത്ത്, ധരിക്കൽ അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ടോ? അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. മനസ്സിലാക്കാം. പണത്തിൻ്റെ സക്കാത്ത് എങ്ങനെ വിശദീകരിക്കുക? പണത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുക. 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായ പണം ഒരു വർഷം പൂർണ്ണമായി സൂക്ഷിച്ചാൽ അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. അതായത് 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായ പണം ഒരു വർഷം പൂർണ്ണമായി സൂക്ഷിച്ചാൽ അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. മനസ്സിലാക്കാം. അടുത്തത്, സക്കാത്ത് വിതരണത്തിന് എത്ര ഷർത്തുകളുണ്ട്? ഏതൊക്കെ? സക്കാത്ത് വിതരണത്തിന് 2 ഷർത്തുകളാണുള്ളത്. സക്കാത്ത് വിതരണത്തിന് 2 ഷർത്തുകളാണ്. 1 നിയ്യത്ത്, 2 അവകാശികൾക്ക് നൽകുക. സക്കാത്തിൻ്റെ അവകാശികൾക്ക് നൽകുക. മനസ്സിലാക്കുക. അടുത്തതാ, സക്കാത്തിൻ്റെ അവകാശികൾ എത്ര? ആരൊക്കെ? സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്? ഫക്കീർ, മിസ്കീന്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥര്, പൊതു മുസ്ലിം, ഉടമയുമായി മോചന കരാറിലേർപ്പെട്ട അടിമ, വീട്ടാൻ മാർഗമില്ലാത്ത കടമുള്ളവൻ, ശമ്പളം പറ്റാത്ത യോദ്ധാക്കൾ, യാത്രക്കാർ എന്നിവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. അപ്പോൾ 8 പേരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. അപ്പോൾ ആരൊക്കെ എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാം. സക്കാത്തിൻ്റെ അവകാശികൾ 8 പേരാണ്. അടുത്തത്, തങ്ങന്മാർക്ക് സക്കാത്ത് നൽകാൻ പറ്റുമോ ഇല്ലയോ? തങ്ങന്മാർക്ക് സക്കാത്ത് നൽകാൻ പറ്റില്ല. മനസ്സിലാക്കുക. എന്താണ് ഫിത്ർ സക്കാത്ത്? അടുത്ത ഫിത്ർ സക്കാത്തിനെ പറ്റിയിട്ടാണ്. ശരീരത്തിൻ്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. ശരീരത്തിൻ്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. മനസ്സിലാക്കുക. അടുത്തത്, എപ്പോൾ മുതലാണ് ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാവുക? എപ്പോൾ മുതലാണ്? റമദാൻ അവസാന ദിവസത്തെ സൂര്യാസ്തമയത്തോടെ ഇത് നിർബന്ധമാകും. റമദാൻ അവസാന ദിവസത്തെ സൂര്യാസ്തമയത്തോടെ ഇത് നിർബന്ധമാകും. അടുത്തത്, ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. ആരൊക്കെ? ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. ആരൊക്കെ? അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകർ, കടമുണ്ടെങ്കിൽ വീട്ടാൻ ആവശ്യമായ ധനം, പെരുന്നാളിൻ്റെ രാപ്പകലുകളിൽ നിന്ന് തനിക്കും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ളവർക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം എന്നിവക്കാവശ്യമായതിലധികം ധനമുള്ളവർ തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. അപ്പോൾ ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമായവരെ കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിലാക്കുക. അടുത്ത, ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് എന്താണ്? നാട്ടിലെ മുഖ്യ ആഹാരമാണ് നൽകേണ്ടത്. നാട്ടിലെ മുഖ്യ ആഹാരമാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ഒരാൾ എത്രയാണ് നൽകേണ്ടത്? ഒരാൾ ഫിത്ർ സക്കാത്ത് എത്രയാണ് നൽകേണ്ടത്? 1 സോ. ഒരാൾക്ക് വേണ്ടി 1 സോ വീതം നൽകണം. 1 സോ. അടുത്തത്, ഫിത്ർ സക്കാത്ത് നൽകാൻ ഏറ്റവും ഉത്തമമായ സമയം ഏത്? ഉത്തമമായ സമയം ഏതാണ്? പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നൽകലാണ് ഏറ്റവും ഉത്തമം. പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നൽകലാണ് ഏറ്റവും ഉത്തമം. മനസ്സിലാക്കുക. അടുത്തത്, ഫിത്ർ സക്കാത്ത് നൽകൽ കറാഹത്താകും എപ്പോൾ? ഫിത്ർ സക്കാത്ത് നൽകൽ കറാഹത്താവുന്നത് എപ്പോഴാണെന്ന്. എപ്പോഴാണ്? പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ കറാഹത്താകും. പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ കറാഹത്താകും. മനസ്സിലാക്കുക. അടുത്തത്, പെരുന്നാൾ നിസ്കാരം കഴിയുന്നത് വരെ ഫിത്ർ സക്കാത്ത് നൽകലിനെ പിന്തിപ്പിക്കാൻ പറ്റും. ഏത് ഘട്ടത്തിൽ? ഏത് ഘട്ടത്തിലാണ്?
അവകാശികളെ പ്രതീക്ഷിച്ച് നിസ്കാരം കഴിയുന്നത് വരെ താമസിപ്പിക്കുന്നതിൽ കറാഹത്തില്ല. അവകാശികളെ പ്രതീക്ഷിച്ച് നിസ്കാരം കഴിയുന്നത് വരെ താമസിപ്പിക്കുന്നതിൽ കറാഹത്തില്ല. അടുത്തത്, പെരുന്നാൾ ദിവസത്തിനു ശേഷം ഫിത്ർ സക്കാത്ത് നൽകുന്നതിൻ്റെ വിധി എന്ന്. പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിന്തിക്കൽ ഹറാമാണ്. പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിന്തിക്കൽ ഹറാമാണ്, മനസ്സിലാക്കുക. ഫിത്ർ സക്കാത്ത് ഖലാ വീട്ടുന്നതിൻ്റെ വിധി എന്ത്? ഖലാ വീട്ടൽ നിർബന്ധമാണ്. ഫിത്ർ സക്കാത്ത് ഖലാ വീട്ടൽ നിർബന്ധമാണ്, മനസ്സിലാക്കുക. ദാനധർമ്മങ്ങൾ നൽകുന്നതിനെ പറ്റി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? എന്താണ് പറഞ്ഞത്? ഇത്തക്കുന്നാറ വലോ ബിഷിക്കും തമ്രത്തിൻ. കാരക്കയുടെ കഷ്ണം സ്വതക്ക ചെയ്തെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. കാരക്കയുടെ കഷ്ണം സ്വതക്ക ചെയ്തെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്നാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പം 10ാമത്തെ ചാപ്റ്ററും കൂടി ഞാൻ ഒരുമിച്ചിടണം എന്നാണ് കരുതിയത്. അപ്പോൾ ഇത്രയും വിശദമായിട്ട് പറയുമ്പോൾ നമുക്ക് വീഡിയോ ലോങ് ആയി പോകുന്നുണ്ട്. അപ്പോൾ എഡിറ്റിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാവും എനിക്ക്. അത് കാരണം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതിനനുസരിച്ചാണ് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. എല്ലാവരും മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.